ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു സൺഡേ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ മെർമെയ്ഡ് എക്സ്പോ കാണാൻ വന്നേക്കുകയാണ്. ഞാനും അച്ഛനും അമ്മയും കൂടിയാണ് വന്നേക്കണത്. എറണാകുളത്താണ് കേട്ടോ ഈ ഒരു ഷോ ഉള്ളത്. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്ത് കയറുകയാണ്. അപ്പോൾ പുറത്ത് വലിയ തിരക്കില്ല, പക്ഷെ അകത്തുള്ള തിരക്കായിരിക്കും വലിയ വലുത്. അപ്പോൾ ഞാൻ കയറിക്കൊണ്ടിരിക്കുക. നല്ല RGB ലൈറ്റ്സ് ഒക്കെ വെച്ചുള്ള നല്ല സൂപ്പർ സ്റ്റെപ്സ് ആയിരുന്നു. സോ വി ഗെറ്റ് ഇൻ സൈഡ് ആൻഡ് ടിക്കറ്റൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് കയറി നമുക്ക് എല്ലാ കാഴ്ചകളും കാണാം. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുന്ന പോലത്തെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഫിഷസ് ആണ്, കളർഫുൾ ഫിഷസ്. നല്ല വെറൈറ്റി ടൈപ്സ് ആയിട്ടുള്ള ഫിഷസ് ആണ് ഉള്ളത്. പിന്നെ ഇവിടെ ഭയങ്കര ക്രൗഡിലാണ്. ഐ തിങ്ക് സൺഡേ ആയതുകൊണ്ട് പിന്നെ ഓണം ഹോളിഡേയ്സൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പോകണം, അതുകൊണ്ടായിരിക്കും ഇത്രയും ക്രൗഡാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നല്ല ലാർജ് ആയിട്ടുള്ളതും ലോങ് ആയിട്ടുള്ളതും ഷോർട്ട് ആയിട്ടുള്ള വെറൈറ്റി ടൈപ്പ് ഫിഷസ് ഒക്കെ ഉണ്ട്. മൾട്ടി കളർ ഫിഷസ്, ഗോൾഡ് ഫിഷ്, ക്യാറ്റ് ഫിഷ്, മൾട്ടി കളർ ഫിഷസ്, അങ്ങനെ എല്ലാം ഉണ്ട്. ഇതൊക്കെ ഷാർക്ക് ടൈപ്പ് ഫിഷസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാൻ നിന്നപ്പോഴാണ് ഒരു വെള്ളത്തുള്ളി എൻ്റെ കണ്ണിലോട്ട് വീണത്. ആയിക്കോ തോന്നുന്നു അത് ലീക്ക് അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ കണ്ണിലോട്ട് പോയി. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. നല്ല ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുൾ ബ്ലൂ ലൈറ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനത്തെ വെറൈറ്റി ടൈപ്സ് ഫിഷസൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര വെറൈറ്റീസ് ആൻഡ് എന്താ ചെറിയ ടെയിൽസുള്ള വലിയ ടെയിൽസ് ആയിട്ടുള്ള വലിയ ലോങ് ഫിഷസ്. അങ്ങനെ ലാസ്റ്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു മൾട്ടി കളർ. എൻ്റെ ഫേവറേറ്റ് ആണ് മൾട്ടി കളർ സ്മോൾ ഫിഷസ്. ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എൻ്റർ ചെയ്തേക്കുന്നത് ഒരു ബ്രിഡ്ജ് പോലത്തെ ഒരു ബ്രിഡ്ജ് അക്വേറിയത്തിലോട്ടാണ് എൻ്റർ ചെയ്തേക്കണത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പോൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നല്ല വെറൈറ്റി ടൈപ്സ് ഓഫ് ഫിഷസ് ഉണ്ട്. പിന്നെ സൈഡിലുള്ളത് ക്യാറ്റ് ഫിഷും കൂടിയാണ് കേട്ടോ. പിന്നെ വേറെ നല്ല വെറൈറ്റി ടൈപ്സ് ആയിട്ടുള്ള നല്ല കളർഫുള്ളായിട്ടാണ് കേട്ടോ ഈ ഒരു ബ്രിഡ്ജ് ഉള്ളത്. ഇവിടെ ഭയങ്കര ക്രൗഡാണ്, അതുകൊണ്ട് കറക്റ്റായിട്ട് അങ്ങനെ നോക്കാനങ്ങനെ ഒന്നും പറ്റിയില്ലായിരുന്നു. പിന്നെ ഇത് ഈലാണെന്ന് തോന്നുന്നുണ്ട്. ഇതിൻ്റെ ഷേപ്പ് കൊണ്ടാണ് എനിക്കൊരു ഡൗട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതേ നമ്മുടെ ക്യാറ്റ് ഫിഷ്, പിന്നെ ഇത് വേറെ ഏതോ ഫിഷാണ്. അപ്പോൾ എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. എല്ലാം നല്ല വെറൈറ്റി ടൈപ്സ് ഓഫ് ഫിഷസ് ഒക്കെ ആയിരുന്നു. ഭയങ്കര നല്ല ടൈപ്സ്. പിന്നെ അതിൻ്റെ ഇടയ്ക്കത്തെ അച്ഛൻ എന്നെ എടുത്തു. ഞാൻ റൂഫിൽ തൊട്ടു കേട്ടോ ബ്രിഡ്ജിൻ്റെ. അങ്ങനെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞപ്പോൾ നമ്മുടെ മെയിൻ സെക്ഷനിലോട്ട് പോകണം. മെർമെയ്ഡ് ഒക്കെ കാണാൻ പോയേനെ. അപ്പോൾ ആ വഴിക്ക് പോകുമ്പോൾ അതേപോലത്തെ പോപ്കോൺസ് ആൻഡ് ഐസ്ക്രീംസ്, കോട്ടൺ ക്യാൻഡി, അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയില്ല. അപ്പോൾ നമ്മളെങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അല്ലാസ് വി മെയ്ഡ് ദ. അങ്ങനെ ഞാൻ മെർമെയ്ഡിനെ കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ മെർമെയ്ഡിനെ കാണാൻ. പിന്നെ അതിൻ്റെ ടേലൊക്കെ ഭയങ്കര മൾട്ടി കളർഫുള്ളായിട്ടുള്ള ടെയിൽസ് ആയിരുന്നു. അപ്പോൾ മെർമെയ്ഡ് ഇങ്ങനെ സ്വിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
കഴിഞ്ഞപ്പോഴാണ് സ്കൂബ ഡൈവിങ് ഉണ്ടായിരുന്നു. അതും ഞാൻ നല്ല ജോയ്ഫുള്ളായിട്ട് കണ്ടോ. അങ്ങനെ ഞങ്ങൾ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇതേപോലത്തെ റൈഡ്സിൽ കയറി, വലിയ റൈഡ്സ്. അങ്ങനത്തെ റൈഡിൽ വന്നപ്പോഴാണ് ഒരു റൈഡ് കണ്ടത്. ഞാൻ ആദ്യം തന്നെ നോക്കി വെച്ചായിരുന്നു, വേറെ നല്ല ജൈൻറ്റ് വീലാണ്. എനിക്കിതിൽ കയറാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അവരൊക്കെ കയറിയിട്ടുണ്ട് ഒരു പ്രാവശ്യം വണ്ടർലയിൽ വെച്ച് ആണ് കയറുന്നത്. ആദ്യം കണ്ടപ്പോൾ നല്ലതാണെന്ന് വിചാരിച്ചു, പക്ഷെ കയറിയപ്പോഴാണ് എനിക്ക് നഗ്ന സത്യം മനസ്സിലായത് ഇത് എങ്ങനത്തെ ഒരു റൈഡാണെന്ന്. അങ്ങനെ ഞാൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും അമ്മയും കൂടിയാണ് കയറി കേട്ടോ. അടുത്തെത്താറായപ്പോൾ എനിക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് പേടിച്ചു തുടങ്ങി. അടുത്തെത്തിയപ്പോൾ എൻ്റെ വലിപ്പമൊക്കെ കണ്ടപ്പോൾ തന്നെ എൻ്റെ എന്തോ പോലെയൊക്കെ ആയിപ്പോയി, എനിക്ക് പോയി. അപ്പോൾ ഞങ്ങൾ അറ്റ് ലാസ്റ്റ് ഞങ്ങൾ അവിടെ എത്തി, കയറി. ഭയങ്കര മൾട്ടി കളറായിരുന്നു. കയറി കഴിഞ്ഞപ്പോഴാണ് ദൈവമേ ഇങ്ങനെ കയറണമായിരുന്നു എന്ന് എനിക്ക് തോന്നിയത്. വേറൊന്നുമല്ല, ഇത് പൊങ്ങണം കണ്ടിട്ടാണ്. പൊക്കി കഴിയുമ്പോൾ നമ്മൾ ഏതോ ഒരു ലോകത്തെത്തിയ പോലെ. ഞാൻ ഈ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കണത് കൊണ്ട് മാത്രമേ ഞാൻ കണ്ണോർന്നിരിക്കണത്. ശരിക്കും ഫുള്ള് ഞാൻ കണ്ണടച്ചിരിക്കുകയായിരുന്നു. ഇതിപ്പോൾ എൻ്റെ ആവാറായി. അത്രയും നേരം ഞങ്ങൾ ഇതിന് കാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ കോക്കനട്ട് ട്രീൻ്റെ സൈഡിൽ കൂടിയൊക്കെ പോകണതുകൊണ്ട് നല്ല പേടിയുണ്ടായിരുന്നു. ഞാൻ അറ്റത്തിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പറയണേന് അമ്മനോട് ഇനി ഞാനിങ്ങനെ പറയൂല, പക്ഷേ ഇതൊക്കെ വെറുതെയാണ്, ഇനി ഞാനിങ്ങനെ കയറാൻ ഞാൻ പറയും, ഇങ്ങനത്തെ വ്ളോഗ്സ് ഇനിയും വരും കേട്ടോ. അപ്പം അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു. നല്ല പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു സംഭവം കഴിയാം. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ ഡ്രസ്സിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം അടിയിൽ അച്ഛനുണ്ട്. അച്ഛനെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ റൈഡ് കഴിഞ്ഞു. ഞാനും അമ്മയും നല്ലോണം രസിച്ചു. പറയും മാത്രമാണ്, മനസ്സിൽ നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ അച്ഛനെ കണ്ടപ്പോൾ എന്താണെന്ന് അറിഞ്ഞൂടാ, ഇത്തിരി പേടി കൂടിയ പോലെ, റൈഡ് കഴിഞ്ഞാണെങ്കിൽ പേടി കൂടിയ പോലെ ഒരു റിയാക്ഷൻ എൻ്റെ മുഖത്ത് വന്നു പോയി. അങ്ങനെ അച്ഛൻ വന്നതേ ഇരിക്കുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഗുണാക്കേവി പോയി. അപ്പോൾ ഇവിടെ ഞങ്ങൾ ടിക്കറ്റൊക്കെ കൊടുത്തു. ഇതും ആ സൈഡിൽ, അവിടെ തന്നെയല്ല, വേറെ ഒരു സൈഡിലുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ. പിന്നെ ഞങ്ങൾ റൈഡിൽ കയറി. ഇത് റൈഡിൻ്റെ പേര് അറിഞ്ഞൂടെ, ഇങ്ങനത്തെ ഒരു ട്രാക്കിൽ പോണതായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ പുന്തൻ ടൈപ്പാണ്. ഇതും നല്ലതായിരുന്നു. ഓക്കെ റൈഡായിട്ട് എനിക്ക് തോന്നി. അത് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോൾ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. നല്ല എല്ലാം ചൂടുവെള്ളമാണ് ഞാനിപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം കഴിഞ്ഞാൽ നല്ല ആസ്വദിച്ച് കഴിച്ചോട്ടോ. നല്ല ഫുഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോണേന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ അമർത്തുക. ഓളം ഓപ്ഷൻ ആയിക്കോട്ടെ അമർത്തേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ഇനിയും വരുന്നതായിരിക്കോട്ടോ. സോ ബൈ ബൈ, ടേക്ക് കെയർ.